നമ്മൾ ഈ സെക്ഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എല്ലാം റൺ ആവുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇമേജിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇമേജിനെ യൂസ് ചെയ്തിട്ട് പുതിയ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകണം. സിമന്റെക്കിന്റെ ഗോസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇൻഡസ്ട്രിയിൽ വളരെ ലീഡിംഗ് ആയ ഒരു സോഫ്റ്റ്വെയർ. നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് റണ്ണിംഗ് കമ്പ്യൂട്ടറിൽ നിന്ന് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഇമേജിനെ യൂസ് ചെയ്തിട്ട് മറ്റുള്ള കമ്പ്യൂട്ടറിലെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രാക്ടിക്കലിന് ഒരു 4 കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 4 കമ്പ്യൂട്ടറും ഒരു സ്വിച്ച് വഴി ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കപ്പില് ഫയൽ ബേസ്ഡ് ബാക്കപ്പ് എന്നൊന്നുണ്ട്, ഇമേജ് ബേസ്ഡ് ബാക്കപ്പ് എന്നൊന്നുണ്ട്. ഈ ഫയൽ ബേസ്ഡ് ബാക്കപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഹാർഡ് ഡിസ്കില് ഫാറ്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ NTFS ഫോർമാറ്റിൽ നമ്മൾ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ നിന്ന് മാത്രമേ ഈ ഫയൽ ബേസ്ഡ് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ ഫയൽ ബേസ്ഡ് ബാക്കപ്പില് ഒരു ഫയൽ ഇങ്ങനെ ഡീഫ്രാഗ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഫയലിനെ ബാക്കപ്പ് എടുക്കുമ്പോൾ ഈ 3 സെക്ഷനും ബാക്കപ്പ് എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് ബാക്കപ്പ് ചെയ്ത് തരും. പക്ഷേ ഇതേ ഹാർഡ് ഡിസ്ക് ലിനക്സ് പാർട്ടീഷൻ ഉണ്ടെങ്കിൽ വിൻഡോസ് ഒന്നും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെന്നിട്ട് വേണം ലിനക്സ് ഹാർഡ് ഡിസ്കിനെ ബാക്കപ്പ് ചെയ്യാൻ. അപ്പൊ ഫയൽ ബേസ്ഡ് ബാക്കപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപെൻഡന്റ് ആണ്. നമ്മളിപ്പോ ഇമേജ് ബേസ്ഡ് ബാക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഹാർഡ് ഡിസ്കിൽ ഏത് ടൈപ്പിൽ പാർട്ടീഷൻ ഉണ്ടെങ്കിലും ഏത് ഫോർമാറ്റ് ഉണ്ടെങ്കിലും ഹാർഡ് ഡിസ്കിന്റെ അകത്ത് എഴുതുമ്പോൾ നോക്കിയാൽ 0101 എന്നാണ് എഴുതുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഹാർഡ് ഡിസ്കിന് സെക്ടർ ബൈ സെക്ടർ, ട്രാക്ക് ബൈ ട്രാക്ക് അങ്ങനെ ബാക്കപ്പ് ചെയ്യാൻ പോകണം. ഇതിൽ എന്താ ലാഭം നോക്കിയാൽ ഇതിന്റെ അകത്ത് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും എന്ത് സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇമേജ് ബേസ്ഡ് ബാക്കപ്പില് നിങ്ങൾ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാക്കപ്പ് ചെയ്തിട്ട് ഈ ഇമേജിന് ഇനി ഒരു പുതിയ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ റൈറ്റ് ചെയ്താൽ ഈ പുതിയ ഹാർഡ് ഡിസ്കില് ഈ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ടോ അതെല്ലാം ഈ പുതിയ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാവും. നമ്മൾ ഇമേജ് ബേസ്ഡ് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്നെറ്റ്സ് PC1 ഗോസ്റ്റിന്റെ സെർവർ സൈഡ് സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ബിറ്റ്നെറ്റ്സ് PC2 അകത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട്. XP ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ആവുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ ഈ കമ്പ്യൂട്ടറിനെ ഓഫ് ചെയ്യും. ഈ ഗോസ്റ്റ് സെർവറിൽ ബൂട്ടബിൾ CD ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബൂട്ടബിൾ CDനെ ക്രിയേറ്റ് ചെയ്യും. ഈ ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ടാണ് ഈ PC2 ഓൺ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഹാർഡ് ഡിസ്കിലുള്ള ഡേറ്റാസ് ഒന്നും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. CD വഴിയാണ് കമ്പ്യൂട്ടർ ബൂട്ടാവുന്നത്. കമ്പ്യൂട്ടർ ബൂട്ടായതും ഈ ഹാർഡ് ഡിസ്കിലുള്ള ഡേറ്റാസ് മുഴുവനും ഇമേജ് എടുത്തിട്ട് ഈ സെർവറിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും ആ ഇമേജിനെ. എന്നിട്ട് ഒരു പുതിയ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല, സോഫ്റ്റ്വെയർ ഒന്നും ലോഡ് ചെയ്തിട്ടില്ല. ഇതേ ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യും. ഓൺ ചെയ്തതും ഈ ഇമേജിനെ പുതിയ കമ്പ്യൂട്ടറിലേക്ക് റൈറ്റ് ചെയ്യും. അങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ, അതായത് PC2 ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ എല്ലാ ഡേറ്റയും ഇതിലുണ്ടാവും. എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവും. ഇത് ഇമേജ് എടുക്കാനും ഇമേജ് ഇൻസ്റ്റാൾ ചെയ്യാനും ഒരു 10 മിനിറ്റ് സമയം മതി. നമ്മൾ ഈ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. PC1 ഗോസ്റ്റിന്റെ സെർവർ സൈഡിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഈ സെർവർ സൈഡിൽ കുറച്ച് കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യാനുണ്ടാവും. ആ കോൺഫിഗറേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെർവറിൽ തന്നെ ക്ലയന്റ് ഡിസ്ക്, അതായത് ബൂട്ടബിൾ CD ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ബൂട്ടബിൾ CDനും ഈ PC1 ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് PC2 ചെന്നിട്ട് ഈ ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ട് ബൂട്ട് ചെയ്തിട്ട് ഈ ഇമേജിനെ സെർവറിലേക്ക് സ്റ്റോർ ചെയ്യും. അടുത്തത് ഒരു പുതിയ കമ്പ്യൂട്ടറിന് PC1 നമ്മൾ സ്റ്റോർ ചെയ്ത ഇമേജിനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ബിറ്റ്നെറ്റ്സ് PC1 അഡ്മിനിസ്ട്രേറ്ററായിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിലാണ് ഗോസ്റ്റിന്റെ സെർവർ സൈഡിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഗോസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പ്യൂട്ടറിന് IP സെറ്റ് ചെയ്യണം. IP സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട്, റണ്ണ്, ncpa.cpl എന്ന കമാൻഡ് എന്റർ ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. നെറ്റ്വർക്ക് കോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ ചെല്ലണം. ഇതിൽ TCP/IP പ്രോപ്പർട്ടീസ് യൂസ് ദ ഫോളോയിങ് IP അഡ്രസ്. ഇതിൽ 192.168.1.1 ടാബിനെ എന്റർ ചെയ്താൽ 255.255.255.0 എന്ന IP എന്റർ ആവുന്നുണ്ട്. ഈ IPയിൽ ഇതിൽ 192.168.1 എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ ID ആണ്. ഈ 10 എന്ന് പറയുന്നത്
കമ്പ്യൂട്ടറുടെ നമ്പറാണ്. നമ്മളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടറിലും നെറ്റ്വർക്ക് ഐ ഡി സെയിം ആയിരിക്കണം. 192.168.1 സെയിം ആയിരിക്കണം. നമ്മളിതിൽ ഓക്കെ സെലക്ട് ചെയ്യേണ്ട ക്ലോസ്. നമ്മളിപ്പോൾ തന്ന IP അഡ്രസ് കമ്പ്യൂട്ടറിൽ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ റണ്ണിൽ CMD കമാൻഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ IP config എന്ന കമാൻഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് 192.168.1.10 കമ്പ്യൂട്ടറിന് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഗോസ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗോസ്റ്റിന് ഓപ്പൺ ചെയ്യണം. ഇതിൽ സെറ്റപ്പ് എന്നുള്ള ഫയലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സെറ്റപ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ. ഇതിൽ നെക്സ്റ്റ്. ലൈസൻസ് അഗ്രിമെന്റിനെ സൈൻ ചെയ്തിട്ട് നെക്സ്റ്റ്. ലൈസൻസ് ഇൻഫർമേഷനെ ഒരിക്കൽ റീഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യണം. ഓർഗനൈസേഷൻ നെയിം, ബിറ്റ്നെറ്റ്സ്, കമ്പ്യൂട്ടർ, എഡ്യൂക്കേഷൻ, മെയിൽ അഡ്രസ്. ഇവിടെ സീരിയൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ട്രയൽ വെർഷനിൽ റണ്ണാവും. ട്രയൽ വെർഷൻ 30 days റണ്ണാവും. നമ്മൾ ട്രയൽ വെർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും നിങ്ങൾ സീരിയൽ നമ്പർ എൻ്റർ ചെയ്തിട്ടില്ല. ഇത് 30 days മാത്രമേ റൺ ചെയ്യുള്ളൂ. 10 ക്ലയന്റിനെ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ സെലക്ട് ചെയ്യണം. ഈ പ്രോഗ്രാം സിയിൽ പ്രോഗ്രാം ഫയൽസിൽ സിമന്റെക് ഗോസ്റ്റ് എന്നുള്ള ഫോൾഡറിലാണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഡിഫോൾട്ട് ഓപ്ഷനിൽ യാതൊരു ചേഞ്ചും ചെയ്യാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഒരു സർവീസ് അക്കൗണ്ടിന്റെ നെയിമിലാണ് റൺ ആവുന്നത്. ഈ സർവീസ് അക്കൗണ്ട് ഡിഫോൾട്ടായിട്ട് ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇതിനെ ചേഞ്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ലോഗിൻ ആവാൻ പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ. നമ്മൾ ഗോസ്റ്റിന്റെ സെർവർ 8.3 വേർഷനാണ് ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെറ്റിൽ ചെന്നാൽ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രയൽ വേർഷനിൽ റൺ ചെയ്താൽ മതി. പ്രാക്ടിക്കൽ ചെയ്യാൻ ട്രയൽ വേർഷൻ മതിയാവും. സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ്, നെക്സ്റ്റ്, ഫിനിഷ്. നമുക്ക് ഗോസ്റ്റ് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടില് ആൾ പ്രോഗ്രാംസിൽ സിമന്റെക് ഗോസ്റ്റില് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഒരു ബൂട്ടിംഗ് CD ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ PC 1 ഗോസ്റ്റിന്റെ സെർവർ സൈഡ് ലോഡ് ചെയ്തിട്ടുള്ളത്. PC 2 നെറ്റ്വർക്ക് വഴി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ PC 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ സോഫ്റ്റ്വെയർസ് നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഒരു ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ടാണ് ഈ കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ ബൂട്ടബിൾ CDയിൽ മിനിമം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവണം. അതായത് DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായാൽ മതി കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാൻ. അടുത്തത് ബൂട്ട് ചെയ്തതും ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഈ കമ്പ്യൂട്ടറിനോട് ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ നെറ്റ്വർക്ക് കാർഡിന് ആവശ്യമുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ടാവണം. അപ്പൊ നെറ്റ്വർക്ക് കാർഡിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർസ് TCP/IP എന്ന് പറയും നെറ്റ്വർക്കിന്റെ സോഫ്റ്റ്വെയറിന്. ആ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർസ് എല്ലാം വേണം. അടുത്തത് ഈ കമ്പ്യൂട്ടറിന് 1.10 IP തന്നിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിന് IP ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് കമ്പ്യൂട്ടർ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളപ്പോ ഈ കമ്പ്യൂട്ടറിന് 192.168.1.11 എന്ന IP തരുന്നുണ്ട്. നെറ്റ്വർക്ക് നമ്പർ സെയിം ആയിരിക്കണം, കമ്പ്യൂട്ടർ നമ്പർ ചേഞ്ച് ആവണം. അപ്പൊ നമ്മൾ ഒരു ബൂട്ടബിൾ CD ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ബൂട്ടബിൾ CDയിൽ മിനിമം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവണം, ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഉണ്ടാവണം. നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യാൻ നമ്മൾ അതിന് IP സെറ്റ് ചെയ്യണം. നമ്മൾ ബൂട്ടിംഗ് CD ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടില് ആൾ പ്രോഗ്രാംസ് ഗോസ്റ്റില് ഗോസ്റ്റ് ബൂട്ട് വിസാറിനെ സെലക്ട് ചെയ്യണം. ഇതില് നെറ്റ്വർക്ക് ബൂട്ട് പാക്കേജിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഒക്കെ ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഷോ ആൾ ഡ്രൈവർ എന്ന് കാണിച്ചാൽ കമ്പ്യൂട്ടറിലുള്ള മാക്സിമം നെറ്റ്വർക്ക് കാർഡിന്റെ ഡ്രൈവേഴ്സ് എല്ലാം ഇതിലുണ്ടാവും. അതുകൊണ്ട് യൂണിവേഴ്സൽ പാക്കറ്റ് ഡ്രൈവറിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം PC DOS എന്നുള്ള ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബൂട്ടിംഗ് CDയിൽ റൈറ്റ് ചെയ്യാൻ പോണത്. നെക്സ്റ്റ്. ബൂട്ടിംഗിൽ ഇമ്പോർട്ടന്റ് ആയ ഫയൽ ghost.exe എന്നുള്ള ഫയലാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്. PC 2 ബൂട്ട് ചെയ്യുമ്പോൾ അതിൽ എന്ത് IP അഡ്രസ്സാണ് തരേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. നമ്മൾ 192.168.1.11 എന്ന് എൻ്റർ ചെയ്തിട്ട് സബ്നെറ്റ് മാസ്ക് 255.255.255.0 എൻ്റർ ചെയ്യേണ്ട. ഗേറ്റ് വേ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും നിങ്ങൾ PC 2 ഫ്ലാപ്പി ഡ്രൈവ് കൊണ്ട് ബൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജനറൽ ആയിട്ട് കമ്പ്യൂട്ടറിൽ ഫ്ലാപ്പി ഡ്രൈവ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ CD യൂസ് ചെയ്തിട്ടാണ് ബൂട്ട് ചെയ്യാൻ പോണത്. CDയിൽ ബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ISO ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ ISO ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ CDയിൽ റൈറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ISO ഇമേജ് എന്ന് സെലക്ട് ചെയ്യണം.
ഈ ISO ഇമേജിനെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ബ്രൗസർ സെലക്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ ഗോസ്റ്റ് ബൂട്ട് CD എന്ന് നെയിം തരുന്നുണ്ട്. ഓപ്പൺ. ഈ CDനെ ബൂട്ടബിൾ CD ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ബൂട്ടബിൾ CD ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഈ ടിക്കിനെ നമ്മൾ മറക്കാതെ ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്. ഇപ്പൊ ഇമേജ് ക്രിയേറ്റ് ആവാണ്. ഫിനിഷ്. ഇപ്പൊ ഇമേജ് ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ഇതേ കമ്പ്യൂട്ടറിൽ ഒരു CD റൈറ്റിംഗ് സോഫ്റ്റ്വെയർ വല്ലതും ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് റാക്സിയോ നീറോ എന്നുള്ള പോലെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ISOനെ ബൂട്ടബിൾ CD ആയിട്ട് റൈറ്റ് ചെയ്യണം. ജനറലായിട്ട് ഈ സോഫ്റ്റ്വെയർസ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, CD എങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് PC2 ചെന്നിട്ട് ആ കമ്പ്യൂട്ടറിന് ഇമേജ് എടുക്കാൻ പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ PC2 ചെല്ലണം. നമ്മളിപ്പോ ബിറ്റ്നെറ്റ്സ് PC2 ലോഗിൻ ആയിട്ടുണ്ട്. ഈ PC2 നമ്മൾ ഇമേജ് എടുക്കാൻ പോകുന്നത്. ഇമേജ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർ വേണോ എല്ലാം ലോഡ് ചെയ്യണം. നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു VLC പ്ലെയർ മാത്രം ലോഡ് ചെയ്യുന്നുണ്ട്. PC1 ഗോസ്റ്റ് സെർവർ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ PC2 ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ ഇമേജ് എടുക്കാൻ പോകുന്നത്. ഈ കമ്പ്യൂട്ടറിന് നമ്മൾ PC2 എന്ന നെയിം തന്നിട്ടുണ്ട്. ഓരോ കമ്പ്യൂട്ടറിനും SID എന്നൊന്നുണ്ട്. അതായത് ഓരോ കമ്പ്യൂട്ടറിനും യൂണിക് ആയിട്ട് ഒരു ID നമ്പർ ഉണ്ട്. നമ്മൾ ഈ ഹാർഡ് ഡിസ്കിന് അങ്ങനെ ഇമേജ് എടുത്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ട് അതിനെ മറ്റുള്ള കമ്പ്യൂട്ടറിലൊക്കെ ലോഡ് ചെയ്താൽ പുതിയ കമ്പ്യൂട്ടറിലും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പുതിയ കമ്പ്യൂട്ടറിനും PC2 എന്ന നെയിം വരും. ഇതേ SID ഈ കമ്പ്യൂട്ടറിനും വരും. ഒരു നെറ്റ്വർക്കില് ഒരേ SID ഉള്ള കമ്പ്യൂട്ടർ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലിങ്ക് ആവില്ല. അപ്പൊ നമ്മൾ ഇതിന് ഇമേജ് എടുക്കുന്നതിന് മുമ്പ് ഈ കമ്പ്യൂട്ടറിലുള്ള കമ്പ്യൂട്ടറുടെ നെയിം SID എല്ലാം റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിനെ ഒരു ജനറിക് കമ്പ്യൂട്ടറായിട്ട് ചേഞ്ച് ചെയ്യണം. അതായത് ഈ കമ്പ്യൂട്ടറിൽ യൂണിക് ആയിട്ട് യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇമേജ് എടുക്കാൻ. ഇങ്ങനെ ഇമേജ് എടുത്തിട്ട് പുതിയ കമ്പ്യൂട്ടറിൽ കൊണ്ടുവിട്ടാൽ ആ പുതിയ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. കമ്പ്യൂട്ടറിന് നെയിം SID ഒന്നും ഉണ്ടാവില്ല. ഈ കമ്പ്യൂട്ടറിൽ ഇമേജിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മിനി സെറ്റപ്പ് റണ്ണാവും. ഈ മിനി സെറ്റപ്പില് ഈ കമ്പ്യൂട്ടറിന് CD നമ്പർ എന്താണ്, കമ്പ്യൂട്ടറിന് എന്താണ് നെയിം, അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് എല്ലാം ചോദിക്കും. നമ്മൾ പുതിയതായിട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിന് പുതിയതായിട്ട് ഒരു നെയിം ക്രിയേറ്റ് ആവും. അതേപോലെ പുതിയതായിട്ട് ഒരു SID ക്രിയേറ്റ് ആവും. PC2 ഈ യൂണിക് ഒക്കെ റിമൂവ് ചെയ്യാൻ XPCD അകത്ത് ഒരു sysprip എന്നൊരു കമാൻഡ് ഉണ്ടാവും. ഈ കമാൻഡ് റൺ ചെയ്തിട്ട് വേണം ഈ കമ്പ്യൂട്ടറിനെ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഗോസ്റ്റിന്റെ CDനെ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്ത് ഇതിൽ നിന്ന് ഇമേജിനെ സെർവറിലേക്ക് പാസ് ചെയ്യണം. നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ ജനറിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് VLC ലോഡായി കഴിഞ്ഞു. നമുക്ക് VLC ഫിനിഷ് ചെയ്യാം. സ്റ്റാർട്ട് മൈ കമ്പ്യൂട്ടർ, CD റൂം, റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ. ഇതിന്റെ അകത്ത് നമ്മൾ XPന്റെ CD ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സപ്പോർട്ട് എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. അതിന് ഓപ്പൺ ചെയ്യുക. ടൂൾസ് ഫോൾഡർ, deploy.cab എന്നൊരു ഫയൽ ഉണ്ടാവും. ഈ ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഇതില് sysprip, setupcl എന്നുള്ള രണ്ട് കമാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. ഈ രണ്ട് കമാൻഡിനെ ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. ഇതിനെ ക്ലോസ് ചെയ്യുക. നമ്മളിപ്പോ ഈ syspripനാണ് റൺ ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ. ഈ ബോക്സിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ ഈ കമ്പ്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത പിന്നെ റീസീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. റീസീൽ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾ ഷട്ട് ഡൗണിനെ സെലക്ട് ചെയ്യണം. കാരണം റീസീൽ ചെയ്ത പിന്നെ ഈ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യാൻ പാടില്ല. ഇമേജ് എടുത്ത പിന്നെ നിങ്ങൾ ഓൺ ചെയ്യണം. റീസീലിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. SID നമ്പറൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഈ ഇമേജ് എടുത്ത പിന്നെ ഈ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ SID നമ്പർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മീ സെറ്റപ്പ് റൺ ആവും. അപ്പൊ CDന്റെ നമ്പറൊക്കെ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യണം. ഇപ്പൊ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവണം. ഇമേജ് എടുക്കാൻ PC1 സെർവർ സൈഡിൽ കുറച്ച് സെറ്റിംഗ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ PC1 കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ട്, ആൾ പ്രോഗ്രാംസ്, ഗോസ്റ്റ് കാസ്റ്റ് സെർവർ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. നമ്മൾ PC2 എന്നാണ് PC1 ഇമേജ് എടുക്കുന്നത്. രണ്ട് കമ്പ്യൂട്ടർ ലിങ്ക് ആകുമ്പോൾ അതിന് ഒരു സെക്ഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സെക്ഷൻ നമ്പർ 1 സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ റെസ്റ്റോർ ഇമേജ്, ക്രിയേറ്റ് ഇമേജ്
PC2ന്റെ ഇമേജിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇമേജ് ഫയലിനെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയണം. അതിന് ബ്രൗസിനെ സെലക്ട് ചെയ്തിട്ട് മൈ കമ്പ്യൂട്ടർ, സി ഡ്രൈവ്, അതിൽ നമ്മൾ ഒരു പുതിയതായിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഗോസ്റ്റ് ഇമേജ് എന്ന് നെയിം തരുന്നുണ്ട്. ആ ഫോൾഡറിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ഫയലിന്റെ നെയിം പറയണം. XP വിത്ത് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ നെയിം തരുന്നുണ്ട്. സേവ്. ടോട്ടൽ ഹാർഡ് ഡിസ്കിനും നിങ്ങൾക്ക് ഇമേജ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ഒരു പാർട്ടീഷനും ഇമേജ് എടുക്കാൻ പറ്റും. എക്സാമ്പിളിന് PC2 സി ഡ്രൈവ്, ഡി ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ സി ഡ്രൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം ഇമേജ് എടുക്കാൻ പറ്റും. നമ്മൾ ടോട്ടൽ ഡിസ്കിനാണ് ഇമേജ് എടുക്കുന്നത്. ഇതിൽ അക്സെപ്റ്റ് ക്ലയന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അക്സെപ്റ്റ് ക്ലയന്റ് ക്ലിക്ക് ചെയ്തും വെയിറ്റിംഗ് ഫോർ ദ ക്ലയന്റ് ടു കണക്ട്, അതായത് ക്ലയന്റിനോട് കണക്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ XP2 ഗോസ്റ്റ് ബൂട്ടബിൾ CD യൂസ് ചെയ്തിട്ട് ബൂട്ട് ചെയ്യണം. അതിനുവേണ്ടി XP2 ചെല്ലാം. XP2 ഗോസ്റ്റ് ബൂട്ടബിൾ CD ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ F8 കീ പ്രസ് ചെയ്തിട്ട് ബൂട്ട് മെനുവിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ CD-യിലാണ് ബൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് CD സെലക്ട് ചെയ്തിട്ട് എന്റർ പ്രസ് ചെയ്യാം. എന്റർ പ്രസ് ചെയ്തതും PC ദാസ് ആണ് നമ്മൾ CD-യിൽ വെച്ചിട്ടുള്ളത്. PC ദാസ് ബൂട്ട് ആവണം. നെക്സ്റ്റ് സ്ക്രീനിൽ ഓക്കെ സെലക്ട് ചെയ്യുക. ഇതിൽ ഗോസ്റ്റ് കാസ്റ്റ്, ഇവിടെ മൾട്ടികാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മൾട്ടികാസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. യൂണികാസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്റർ പ്രസ് ചെയ്യണം. എന്റർ പ്രസ് ചെയ്തതും സെക്ഷൻ നമ്പർ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സെക്ഷൻ നമ്പർ 1 തന്നിട്ടുണ്ട്. ഇവിടെ താഴെ സെർവറുടെ IP അഡ്രസ് എന്താണെന്ന് നമുക്ക് എന്റർ ചെയ്യാൻ പറ്റും. 192.168.1.10 എന്ന് എന്റർ ചെയ്യണം. ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫൈൻഡ് ഔട്ട് ആവും. കാരണം സെർവറുടെ നമ്പർ CD-ന്റെ അകത്ത് ഉണ്ടാവും. കാരണം സെർവറിലാണ് നമ്മൾ ബൂട്ടബിൾ CD-നെ ക്രിയേറ്റ് ചെയ്തത്. നമ്മളിവിടെ ഓക്കെനെ സെലക്ട് ചെയ്യാം. താഴെ അറ്റംപ്റ്റിംഗ് ടു കണക്ട് സെക്ഷൻ 1, സെക്ഷൻ 1ലേക്ക് കണക്ട് ചെയ്യാൻ ട്രൈ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കണക്ട് ആയി കഴിഞ്ഞു. കണക്ട് ആയതും നമ്മുടെ കമ്പ്യൂട്ടറിൽ 5 GB ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 GB നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെന് എന്റർ ചെയ്യണം. എന്റർ ചെയ്തതും നിങ്ങൾക്ക് കംപ്രഷൻ എങ്ങനെ ആവശ്യം എന്നുള്ളത് സെലക്ട് ചെയ്യണം. കംപ്രഷൻ നോ എന്ന് പറഞ്ഞാൽ PC2 ഹാർഡ് ഡിസ്കിന്റെ ഡാറ്റ മുഴുവനും PC1 ഫാസ്റ്റ് ആയിട്ട് ചെല്ലും. പക്ഷേ ഇമേജ് ഫയലിന്റെ സൈസ് വളരെ വലുതായിരിക്കും. ഇതിന് നിങ്ങൾ കംപ്രഷൻ ഹൈ എന്ന് പറഞ്ഞാൽ PC2 ഹാർഡ് ഡിസ്ക് PC1 ഇമേജ് എടുക്കുമ്പോൾ കംപ്രസ് ചെയ്തിട്ട് ഇമേജ് എടുക്കും. കംപ്രസ് ചെയ്യുമ്പോൾ ഇമേജ് ഫയലിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. പക്ഷെ ഇമേജ് എടുക്കാൻ കൂടുതൽ സമയമാവും. നമ്മൾ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഒരു ഫാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഒരുവിധം കംപ്രഷനും ആവും, ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഫാസ്റ്റിനെ എന്റർ ചെയ്യണം. പ്രൊസീഡ് വിത്ത് ഫയൽ ക്രിയേഷൻ എന്നുള്ളതിൽ യെസിനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ആവാൻ തുടങ്ങി. നമ്മൾ സെർവറിൽ ചെന്നിട്ട് ഇമേജ് അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ PC1 ഗോസ്റ്റ് സെർവറിലേക്ക് ചെല്ലണം. നമ്മൾ ഗോസ്റ്റ് സെർവർ എന്ന് പറയുന്നത് ഒരു XP കമ്പ്യൂട്ടറിൽ ഗോസ്റ്റിന്റെ സോഫ്റ്റ്വെയറിൽ സെർവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഗോസ്റ്റ് സെർവർ എന്ന് പറയുന്നത്. നമ്മൾ PC1 ചെല്ലണം. PC1 192.168.1.11 ഇതാണ് നമ്മൾ CD-യിൽ എന്റർ ചെയ്ത IP. PC2 സെറ്റ് ചെയ്ത IP. ആ കമ്പ്യൂട്ടറിൽ നിന്ന് യൂണികാസ്റ്റ് വഴി നമുക്ക് ഇമേജ് വരുന്നുണ്ട്. ഈ ഇമേജ് ക്രിയേറ്റ് ആവാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം സമയമെടുക്കും. അതുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ആവുന്നവരെ നമ്മൾ വീഡിയോനെ പാസ് ചെയ്യാം. ഒരു 10 മിനിറ്റിൽ ഇമേജ് എടുത്തു കഴിയാറായി. ഈ ഇമേജിന്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. ട്രാൻസ്ഫർ കംപ്ലീറ്റഡ്. നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യാം. സ്റ്റാർട്ടില് മൈ കമ്പ്യൂട്ടർ, സി ഡ്രൈവ്, ഗോസ്റ്റ് ഇമേജ്. ഗോസ്റ്റ് ഇമേജിന്റെ സൈസ് 1 GB വന്നിട്ടുണ്ട്. PC2 ഹാർഡ് ഡിസ്കിൽ 2 GB ഡാറ്റ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഫാസ്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് 1 GB വന്നിട്ടുണ്ട്. ഇത് തന്നെ ഹൈ കംപ്രഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസ് വളരെ കമ്മിയായിട്ടുണ്ടാവും. നമ്മൾ അടുത്തത് ഈ ഇമേജിനെ യൂസ് ചെയ്തിട്ട് പുതിയ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതിന് ഗോസ്റ്റ് കാസ്റ്റ്, ഗോസ്റ്റ് സെർവർ. ഗോസ്റ്റ് സെർവറിൽ സെക്ഷൻ നമ്പർ 2 എന്റർ ചെയ്യുക. ഇതിൽ റെസ്റ്റോർ ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഏത് ഇമേജിനാണ് പുതിയ കമ്പ്യൂട്ടറിലേക്ക് അയക്കേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ബ്രൗസ് ചെയ്ത് കാണിക്കണം. ബ്രൗസ്. നമ്മൾ എടുത്ത ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ. ഇവിടെ അക്സെപ്റ്റ് ക്ലയന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എല്ലാ ക്ലയന്റും കണക്ട് ചെയ്ത പിന്നെ സെൻഡ് എന്നുള്ളത് പ്രസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. നമ്മൾ PC2 ചെല്ലാം.
PC2 ഇമേജ് എടുത്തു കഴിഞ്ഞു. നമ്മൾ കണ്ടിന്യൂവിന് എൻട്രി ചെയ്യണം. നമ്മൾ ഈ കമ്പ്യൂട്ടറിന് റീസ്റ്റാർട്ട് ചെയ്യണം. ഈ കമ്പ്യൂട്ടറിലുള്ള SID കമ്പ്യൂട്ടർ നെയിം ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് PC2 റീസ്റ്റാർട്ട് ചെയ്താൽ ഒരു മിനി സെറ്റപ്പ് റൺ ആവും. ആ മിനി സെറ്റപ്പില് കമ്പ്യൂട്ടറുടെ നെയിം, നിങ്ങളുടെ CD നമ്പർ എല്ലാം എൻറ്റർ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് എല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ പുതിയ ഒരു കമ്പ്യൂട്ടറിന് ഓൺ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി PC3 ചെല്ലാം. PC3 കമ്പ്യൂട്ടറിൽ ഗോസ്റ്റ് ബൂട്ടബിൾ CD യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് ഗോസ്റ്റ് കാസ്റ്റ്, യൂണികാസ്റ്റ്, സെക്ഷൻ നമ്പർ നമ്മൾ 2 തന്നിട്ടുണ്ട്. 2 സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അടുത്ത ഹാർഡ് ഡിസ്കിനെ സെലക്ട് ചെയ്യണം. നമ്മൾ 5 GB ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 5 GB ഹാർഡ് ഡിസ്കിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഹാർഡ് ഡിസ്കിനെ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല. ഏത് ഡ്രൈവിലാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ സെലക്ട് ചെയ്തതും റെസ്റ്റോർ പ്രൊസീഡ് ചെയ്യട്ടെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്. ഇപ്പൊ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ വരാൻ ആരംഭിക്കില്ല. നമ്മൾ സെർവറിൽ ചെന്നിട്ട് സെൻഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഇമേജ് ഇൻസ്റ്റാൾ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെർവർ 1 ചെല്ലണം. സെർവർ 1 192.168.1.11 എന്ന കമ്പ്യൂട്ടർ വെയിറ്റിംഗിലുണ്ട്. അതിന് ഇമേജിന് നമ്മൾ സെൻഡ് ചെയ്യണം എന്നത് പറയണം. അതിനുവേണ്ടി സെൻഡിനെ ക്ലിക്ക് ചെയ്യാം. സെൻഡ് ക്ലിക്ക് ചെയ്തതും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് എന്നുണ്ട്. ഇത് ഇമേജ് അവിടെ ചെല്ലാൻ ഒരു 10 മിനിറ്റോളം സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോനെ പാസ് ചെയ്യണം. നമ്മൾ ഒരു 10 നിമിഷത്തിന്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് ആപ്ലിക്കേഷന് ഒരു പുതിയ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസ്ഫർ കംപ്ലീറ്റഡ്. നമുക്ക് ഓക്കെ സെലക്ട് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം. നമ്മൾ പുതിയ കമ്പ്യൂട്ടർ PC3 ചെല്ലണം. പുതിയ കമ്പ്യൂട്ടറിൽ റീസെറ്റ് കമ്പ്യൂട്ടർ എന്നുണ്ട്. അതിന് നമ്മൾ എൻറ്റർ ചെയ്യണം. ഇമേജ് ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ പുതിയ കമ്പ്യൂട്ടർ റീസെറ്റ് ആയിട്ടുണ്ട്. പുതിയ കമ്പ്യൂട്ടറിൽ ഒരു മിനി സെറ്റപ്പ് റൺ ആവും. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഗ്രിമെന്റ് എസ്. നെക്സ്റ്റ്. നമ്മൾ CD നമ്പർ എൻറ്റർ ചെയ്ത പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. CD നമ്പർ എൻറ്റർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. CD നമ്പർ എൻറ്റർ ചെയ്ത പിന്നെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും നെക്സ്റ്റ് പേജ് വരുന്നുണ്ട്. നോട്ട് റൈറ്റ് നൗ. നെക്സ്റ്റ്. കമ്പ്യൂട്ടറുടെ നെയിം നമ്മൾ സെറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറുടെ നെയിം ബിറ്റ്നെറ്റ്സ് PC3 എന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് പാണ്ഡി. നെക്സ്റ്റ്. ഡൊമൈനിൽ ജോയിൻ ചെയ്യണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നോൺ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ്. ഇന്റർനെറ്റിനെ സ്കിപ്പ് ചെയ്യുക. രജിസ്ട്രേഷൻ ഇപ്പൊ നമ്മൾ നോ കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഒരു മിനി സെറ്റപ്പ് ഒരു 2 മിനിറ്റിൽ കഴിഞ്ഞു. നിങ്ങൾ PC2 ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ മിനി സെറ്റപ്പിനെ റൺ ചെയ്യണം. ഇപ്പൊ കമ്പ്യൂട്ടറിൽ ഇമേജ് എടുക്കുമ്പോൾ എന്തൊക്കെ യൂസർ ഉണ്ടായിരുന്നോ അതേ യൂസറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ PC2 എന്നുള്ള ഈ സ്ക്രീൻ സേവറാണ് യൂസ് ചെയ്തത്. ആ സ്ക്രീൻ സേവറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളുടെ കമ്പ്യൂട്ടർ നെയിം PC3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് റണ്ണാവും. VLC പ്ലെയർ റണ്ണാവുന്നുണ്ട്. നമ്മൾ ഈ ഫയലിനെ റിമൂവ് ചെയ്യാം. കാരണം ഇമേജ് എടുക്കുമ്പോൾ ഈ ഫയൽ നമ്മൾ യൂസ് ചെയ്തു. ഈ ഫയലിന്റെ ആവശ്യമില്ല. റിമൂവ് ചെയ്യാം. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ ഗോസ്റ്റിനെ യൂസ് ചെയ്തിട്ട് യൂണികാസ്റ്റ് വഴി എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കി. ഇതിൽ മൾട്ടികാസ്റ്റ് ഒന്നുണ്ട്. ആ മൾട്ടികാസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ യൂണികാസ്റ്റ് ആണ് നോക്കിയത്. സ്മോൾ ഓഫീസ്, ഹോം ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ഗോസ്റ്റിനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയിൽ ഒരു 4-5 കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ സെർവറിനെ ലോഡ് ചെയ്യുക. മറ്റുള്ള കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർസ് എല്ലാം ലോഡ് ചെയ്ത് വയ്ക്കുക. എല്ലാ കമ്പ്യൂട്ടറിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിനെ ഗോസ്റ്റ് സെല്ലിനെ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഇമേജ് ഇവിടെ എടുത്തു വയ്ക്കുക. അതായത് ഇമേജ് എടുക്കുമ്പോൾ PC2 ഇമേജ്, PC3 ഇമേജ്, അങ്ങനെ എല്ലാ ഇമേജും നമ്മൾ എടുത്തു വെക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തു വെക്കാൻ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് സമയം എടുക്കുള്ളൂ.
നാളെ ഫ്യൂച്ചറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വൈറസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലിയർ വല്ലതും വന്നാൽ ഒരു 10 മിനിറ്റിൽ നിങ്ങളുടെ ഇമേജിനെ അങ്ങനെ നിങ്ങൾക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇമേജ് എടുക്കുമ്പോൾ നിങ്ങൾ സിസ്പ്രിപ്പ് ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ PC4 ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ PC4 ഇമേജ് തന്നെയാണ് അതേ കമ്പ്യൂട്ടറിലേക്ക് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് സിസ്പ്രിപ്പ് ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫെയിലിയർ വല്ലതും വന്നാൽ ഒരു 10 മിനിറ്റിൽ ആപ്ലിക്കേഷനോടെ ഓൾഡ് കണ്ടീഷനിലേക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ടുവരാൻ പറ്റും. ഈ യൂണികാസ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ റൈസ് ആവും. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ യൂണികാസ്റ്റ് എന്ന് പറയുന്നത് 1-to-1 കമ്മ്യൂണിക്കേഷനാണ് യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ചെല്ലുന്നതാണ് യൂണികാസ്റ്റ്. ഇതിന്റെ IP അഡ്രസ് 10.10 ആണെങ്കിൽ ഇത് 10.11 ആണെങ്കിൽ ഫ്രം 10.10 to 10.11 എന്നാണ് ഫയലിന്റെ അഡ്രസ് ഉണ്ടാവുക. ഇതിനാണ് നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. ഈ യൂണികാസ്റ്റിൽ ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത്. നമ്മൾ ഒരു CD ക്രിയേറ്റ് ചെയ്തു ഈ സെർവറിൽ. അതില് 1.11 എന്ന IP തന്നു കഴിഞ്ഞു. ഈ CDനെ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ ഈ കമ്പ്യൂട്ടറിന് 1.11 എന്ന നമ്പർ വരും. ഇതേ CDനെ യൂസ് ചെയ്തിട്ട് ഇനി ഒരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ന്യൂ കമ്പ്യൂട്ടർ ആണെന്ന് കരുതുക. ഇങ്ങനെ ഓൺ ചെയ്താൽ ഒരു നെറ്റ്വർക്കില് ഒരേ IPയില് 2 കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല. നെറ്റ്വർക്ക് കട്ടാവും. അപ്പൊ ഈ 3 കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇമേജ് എടുത്ത പിന്നെ ഒരു CDനെ ഈ കമ്പ്യൂട്ടറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഇതേ സെർവറിൽ ഇനി ഒരു CDനെ 1.12 എന്ന IPയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ CDനെ യൂസ് ചെയ്തിട്ട് വേണം ഈ കമ്പ്യൂട്ടറിനെ ബൂട്ടപ്പ് ചെയ്യാൻ. അപ്പോൾ ഇരിക്കുന്ന 1.12 എന്ന നമ്പർ വരും. അതേപോലെ ഇനി ഒരു CD ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1.13 എന്ന നമ്പർ തന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം CD ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ IP നമ്പർ സെറ്റ് ചെയ്യുന്നത്. ഇതിനെ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിനെ ബൂട്ടപ്പ് ചെയ്യണം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് 1.13 എന്ന നമ്പർ വരും. ഈ 3 കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ചെയ്ത പിന്നെ സെർവറിൽ സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3 കമ്പ്യൂട്ടറിലേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയത്ത് ഇൻസ്റ്റാളേഷൻ ആവും. പക്ഷെ കുറച്ച് സ്ലോ ആയിട്ട് ഇൻസ്റ്റാൾ ആവുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിന് നമ്മൾ 1.10 IP തന്നിട്ടുണ്ട്. 1.10 to 1.11 എന്ന കമ്പ്യൂട്ടറിന് 1 GB ഇമേജിനെ പാസ് ചെയ്യണം. അതേപോലെ 1.10 നിന്ന് 1.12 1.10 നിന്ന് 1.13 എല്ലാ കമ്പ്യൂട്ടറിലേക്കും 1 GB ഡേറ്റ പാസ് ചെയ്യണം. അപ്പൊ ഈ ലൈനിൽ നിങ്ങൾക്ക് 3 GB ഡേറ്റ ട്രാൻസ്ഫർ ആവണം. 3 GB ഡേറ്റ ട്രാൻസ്ഫർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 30 നിമിഷം സമയമെടുക്കും. നമുക്ക് 1 GB 10 മിനിറ്റ് സമയമെടുത്തു. 3 GB ആണെങ്കിൽ 30 മിനിറ്റ് സമയമാവും. അപ്പൊ നിങ്ങൾ കമ്പനിയിൽ ഒരു 10 കമ്പ്യൂട്ടർക്ക് ഒരേ ടൈമിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആവും. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ മൾട്ടികാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത് 1 to many എന്നുള്ളതാണ്. ഈ മൾട്ടികാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ IPTVയിലേക്ക് ചെല്ലാം. ഇപ്പൊ ബ്രോഡ്ബാൻഡിലൊക്കെ IPTV എന്നൊരു TV സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IPTVയില് യൂസേഴ്സ് ഒരു 3 പേര് ഏഷ്യാനെറ്റ് ആണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ IPTV സെർവർ ഇന്റർനെറ്റ് വഴി 3 കമ്പ്യൂട്ടറിനും ഏഷ്യാനെറ്റ് സിഗ്നലിന് അയക്കണം. അതായത് അതേ TV സിഗ്നലിന് 3 പ്രാവശ്യം 3 കമ്പ്യൂട്ടറിനും അയക്കേണ്ടി വരും. ഈ മൾട്ടികാസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടറാണ് ഏഷ്യാനെറ്റിനെ സെലക്ട് ചെയ്യണോ ആ കമ്പ്യൂട്ടറിനെല്ലാം മൾട്ടികാസ്റ്റ് IP എന്നൊരു പുതിയ IP തരും. ഈ മൾട്ടികാസ്റ്റ് IP ജനറൽ ആയിട്ട് 224 സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ മൾട്ടികാസ്റ്റ് IP തന്നു കഴിഞ്ഞാൽ ഈ 3 കമ്പ്യൂട്ടറിനും ഏഷ്യാനെറ്റ് സിഗ്നൽ അയക്കുകയാണെങ്കിൽ ഫ്രം സെർവറിന്റെ IP ഇടും. 2 IPയില് ഈ മൾട്ടികാസ്റ്റ് IPനെ സെലക്ട് ചെയ്താൽ 1 പ്രാവശ്യം സിഗ്നൽ അയച്ചാൽ മതി. അത് എല്ലാ കമ്പ്യൂട്ടറിലേക്കും ചെല്ലും. അതായത് ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്ത എല്ലാ കമ്പ്യൂട്ടറിലും ഏഷ്യാനെറ്റ് TV നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ മൾട്ടികാസ്റ്റിനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സെർവറിൽ ഫയൽ മെനുവിൽ ചെന്നാൽ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മൾട്ടികാസ്റ്റിനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓരോ കമ്പ്യൂട്ടറിനും CD ഇട്ട് ബൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യൂണികാസ്റ്റിനെ സെലക്ട് ചെയ്യാതെ മൾട്ടികാസ്റ്റിനെ സെലക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് സെൻഡ് എന്ന് പ്രസ് ചെയ്താൽ 1 GB ഡേറ്റവിനെ അയക്കുമ്പോൾ ആ 1 GB ഡേറ്റ 3 കമ്പ്യൂട്ടറിലേക്കും ചെല്ലും. അതായത് നിങ്ങൾ 50 കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും 10 മിനിറ്റിൽ 50 കമ്പ്യൂട്ടറിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ആവും. ഇത് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ മൾട്ടികാസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഫ്യൂച്ചറിൽ നോക്കാം. താങ്ക് യു.